നമുക്ക് ജീവിതത്തിൽ എന്ത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം എന്നുള്ളതിന് വലിയൊരു തെളിവാണിത്. കാരണം ഇന്നലെ വരെ ഹാപ്പി ആയിട്ട് ഓടിക്കളിച്ച് നടന്ന കുട്ടി ഇന്ന് രാവിലെ എണീറ്റപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോകാൻ റെഡിയായിരുന്നു. ആ സമയത്ത് പെട്ടെന്നാണ് ആൾ ഛർദ്ദിച്ചത്. ഇന്ന് തിരുവോണ ദിവസമായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ പോയത് ഹോസ്പിറ്റലിലോട്ടാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ആൾ ഓക്കെ ആയി ട്രിപ്പിളായിട്ട് നമ്മൾ തിരിച്ചു വന്നിട്ട് നേരെ സദ്യ കഴിക്കാനിരിക്കുകയാണ്. നമ്മൾ ഒരു 3:30 മണിയായിട്ടുണ്ടായിരുന്നു തിരിച്ചു വന്നപ്പോഴത്തേക്കും. എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടിയാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് വീഡിയോ ഇങ്ങനെ ഷെയ്ക്കായിട്ട് വരുന്നത്. ഞാനും ഏട്ടനും പെട്ടെന്ന് കറികളെല്ലാം വിളമ്പുമായിരുന്നു. രാവിലെ തന്നെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോയതുകൊണ്ട് നമുക്ക് തിരിച്ചു വന്നിട്ട് ഇലയിട്ട് ചോറ് വിളമ്പി നമുക്ക് കഴിച്ചാൽ മാത്രം മതിയായിരുന്നു. അതുകൊണ്ട് അത്ര എളുപ്പമായി. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്, നമ്മളെപ്പോലെ ഓണം ആഘോഷിക്കാനോ സന്തോഷിക്കാനോ ഒന്നും ഭാഗ്യം ഇല്ലാത്ത എത്രയോ പേര് കാണും. ഒന്നെങ്കിൽ പൈസയുടെ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഹോസ്പിറ്റലിലോ അങ്ങനെ, അല്ലെങ്കിൽ ഒരു ICUൻ്റെ വാതിക്കയിലൊക്കെ ഇന്നത്തെ ദിവസം എന്താണെന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നവർ എത്രയോ ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ ദിവസവും സത്യത്തിൽ നമ്മുടെ ഒരു ഭാഗ്യമല്ല. ഇതൊക്കെ ആഘോഷിക്കാനും സന്തോഷിക്കാനും നമ്മുടെ ഫാമിലിയുടെ കൂടെ നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യാനും കിട്ടുന്ന ഓരോ നിമിഷവും നമുക്ക് കിട്ടുന്ന വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ആരോഗ്യം തന്നെയാണ് നമുക്ക് ഏറ്റവും വലിയ സമ്പത്തെന്ന്.